LDF-നെയും UDF-നെയും കടന്നാക്രമിച്ച് കേരളത്തിൽ NDAയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയെ വിജയിപ്പിച്ചാൽ മാറാത്തത് മാറുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ എയിംസ് ഉൾപ്പെടെ കേരളത്തിന് പുതിയ വാഗ്ദാനങ്ങൾ കൊച്ചിയിലെ NDA റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയതുമില്ല. ഇതിനിടെ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന മുരടിപ്പ്, വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നീ വിവാദ വിഷയങ്ങളിൽ ഇരുമുന്നണികളെയും കടന്നാക്രമിക്കുന്നതായിരുന്നു കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ NDA കൺവെൻഷനിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. സോളാറും CMRL മാസപ്പടിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും പരാമർശിച്ച് ഇരുമുന്നണികൾക്കുമെതിരെ പ്രധാനമന്ത്രി UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികളുമായി UDF കൂട്ടുകൂടുന്നു. LDF ചേരുന്നത് PDPക്കൊപ്പമെന്നും പ്രധാനമന്ത്രി. LDF का तो PDP जैसा कट्टरपंथी पार्टी के साथ पुराना नाता है जो अब MMC यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है. LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരാൻ കേരളം കാത്തിരിക്കുന്ന സമയമാണിത്. आपके पास मोदी की गारंटी है. अब केरलम आगे बढ़ेगा. मारा तज मारूम इनी केरलम वलारूम. കല്ലൂരിലെ റോഡ് ഷോയിൽ BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. 10,800 കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഇല്ലാതെയായിരുന്നു പരിപാടി. രാവിലെ 11:30 കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോഴും കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ MT അധീഷിനൊപ്പം KR ഗോപികൃഷ്ണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.